എഗെയിൻ അങ്ങനെ ISL ഒരു കൊൽക്കത്ത ഡെർബി കൂടി മോഹൻ ബഗാൻ ജയിക്കുന്നു. നമുക്കറിയാമല്ലോ കൊൽക്കത്ത ഡെർബിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അത് തന്നെ ആവർത്തിക്കുന്നു. മോഹൻ ബഗാൻ 3 ഈസ്റ്റ് ബംഗാൾ 1 എന്നുള്ളൊരവസ്ഥയാണ്. അതിലും വളരെ ആവേശത്തോടു കൂടി വന്ന മറ്റൊരു കൊൽക്കത്ത ഡെർബി തന്നെ ആയിരുന്നു. ഈസ്റ്റ് ബംഗാളിന് ആദ്യം മുന്നിലെത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. കാരണം ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ കിട്ടുന്നു. ക്ലെയ്റ്റൻ സിൽവ അത് അടിക്കുന്നു. പക്ഷേ ഉഗ്രൻ സേവ്, ഒരു നല്ല പെനാൽറ്റി തന്നെയാണ് ക്ലെയ്റ്റൻ സിൽവ എടുത്തത്. പക്ഷേ അത് വിശാൽ കേറ്റിൻ്റെ ഒരു ഉഗ്രൻ സേവ്. ഐ തിങ്ക് ഈ ഒരു സീസണിൽ തന്നെ ക്ലെയ്റ്റൻ്റെ 3rd പെനാൽറ്റി മിസ്സോ മറ്റോ ആണ്. അതിനുശേഷം ആ ഒരു മത്സരം കംപ്ലീറ്റ്ലി ഒരു മോഹൻ ബഗാൻ്റെ ഒരു കയ്യിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 3 ഗോളുകൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് നേടാൻ സാധിച്ചു. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ വളരെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു. ഇപ്പം മോഹൻ ബഗാൻ്റെ ഓരോ ഗോൾസിലേക്ക് വരുമ്പോഴും 3 ഗോളിലും പെട്രട്ടോസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതാണ്. ഇപ്പം ആദ്യത്തെ ഒരു ഗോൾ വന്നത് പെട്രട്ടോസിൻ്റെ ഒരു ഷോട്ടാണ്. അത് പിന്നെ റീബൗണ്ട് വന്നിട്ടാണ് കമ്മിങ്സ് അടിക്കുന്നത്. ആ സെയിം പൊസിഷനിൽ നിന്നാണ് അടുത്ത ഗോൾ ലിസ്റ്റൻ അടിക്കുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പെട്രട്ടോസ് ഷോട്ട് എതിർക്കുന്നു, പിന്നെ ഒരു അടിക്കുമ്പോഴത്തേക്കും ലിസ്റ്റന് പാസ് കൊടുക്കുന്നു, അത് ഗോളായി മാറുന്നു. ദെൻ ലിസ്റ്റനെ ഫൗൾ ചെയ്ത് കിട്ടുന്ന പെനാൽറ്റി അത് പെട്രട്ടോസ് അടിക്കുന്നു. അങ്ങനെ 3 ഗോളുകൾ ആദ്യ പകുതിയിൽ തന്നെ അടിച്ച് ഏതാണ്ട് വിജയം എന്നുള്ള നിലയിലേക്ക് മോഹൻ ബഗാൻ എത്തി. കംപ്ലീറ്റ്ലി ഈസ്റ്റ് ബംഗാൾ ഡൗൺ ആയി എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ ചേഞ്ചസ് വരുത്തി. ഇപ്പോൾ ചുന്നുങ്കയ്ക്ക് വരാൻ സായൻ വന്നു, അതുപോലെ വിഷ്ണു വന്നു. ആ ഒരു ചേഞ്ചസ് ആണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയത്. കാരണം ഒരു അറ്റാക്കിംഗ് എന്നുള്ള നിലയിലേക്ക് തന്നെയുള്ള ഒരു ചേഞ്ചസ് തന്നെയാണ് നടത്തിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു മോഹൻ ബഗാൻ്റെ ഒരു കളി ശൈലി മാറി. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിച്ച ആ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് ആയിരുന്നില്ല. ഇതിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന സമയത്ത് സ്റ്റാറ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ മോഹൻ ബഗാൻ്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഷോട്ടാണെങ്കിലും ഷോട്ട് ഓൺ ടാർഗറ്റാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ അക്കാര്യത്തിലൊക്കെ ഈസ്റ്റ് ബംഗാളാണ് മുന്നിൽ നിന്നത്. പക്ഷേ ഒരു 3 ഗോൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് അവർക്ക് ആ ഒരു ഒറ്റ പോയിന്റും ഇല്ലാതെ ഒരു കൊൽക്കത്ത ഡെർബിയിൽ മടങ്ങേണ്ടി വന്നത്. ഒരേ ഒരു ഗോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗൾ ക്രസ്പോ അടിച്ചു നേടാണ് ഗോളാണ്. അതൊരു ഉഗ്രൻ ഗോൾ തന്നെയായിരുന്നു. കാരണം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തിട്ട് അതൊരു വോളി സിറ്റുവേഷനിൽ അടിച്ച് വരുന്നു. ഐ തിങ്ക് സൗൾ ക്രസ്പോയുടെ ഫസ്റ്റ് ഗോളാണ് ISL. അതൊരു കിടിലൻ ഗോളായി മാറുന്നു. എന്നാൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി എനിക്കൊന്ന് ക്ലെയ്റ്റൻ സിൽവയ്ക്ക് തന്നെ 2-3 അവസരങ്ങൾ ഷോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ വിഷ്ണുവിന് കിട്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു അക്രോബാറ്റിക് എഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതും ഗോളിലേക്ക് വരാൻ പറ്റുന്നില്ല. സോ ഇന്ന് നോക്കുകയാണെങ്കിൽ വിശാൽ കേത്തിൻ്റെ നല്ല സേവുകൾ പിറന്ന മത്സരമായിരുന്നു. അതുപോലെ ഗില്ലിൻ്റെ ആണെങ്കിലും നല്ല 1-2 സേവുകളൊക്കെ കണ്ടിട്ടുള്ളൊരു മത്സരമാണ്. അഗെയിൻ ഒന്നും പറയാനില്ല. ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്ലേ ഓഫ് സാധ്യതകൾക്ക് കുറച്ച് എന്താ പറയുക വർദ്ധിപ്പിക്കാനുള്ളൊരു അവസരം തന്നെയായിരുന്നു. അതും കൊൽക്കത്ത ഡെർബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും കൊൽക്കത്ത ഡെർബിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് മാച്ച് ആ സീസൺ കളിക്കുന്ന എഫക്റ്റാണ്. പക്ഷേ ആ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. മോഹൻ ബഗാൻ എങ്ങനെയാണോ ലീഗിലുണ്ടായിരുന്നത് അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു മത്സരം വിജയിച്ചതോടുകൂടി മോഹൻ ബഗാൻ മുംബൈ സിറ്റി FC ഒപ്പം തന്നെ 36 പോയിൻറ്റോടെ 1ാം സ്ഥാനത്ത് വരുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം ചിന്തിക്കണം, മുംബൈ സിറ്റി FCയേക്കാൾ ഒരു മത്സരം കുറവാണ് കളിച്ചിട്ടുള്ളത്. നിലവിലെ സാധ്യതകൾ ഉറപ്പായിട്ടും മോഹൻ ബഗാന് തന്നെയാണുള്ളത്. അടുത്ത മത്സരം അവർക്ക് കൊച്ചിയിൽ വെച്ച് ബുധനാഴ്ച നടക്കാൻ പോകുന്ന മത്സരമാണ് മോഹൻ ബഗാന്. അപ്പം ആ ഒരു മത്സരമാണുള്ളത്. ഈസ്റ്റ് ബംഗാളിനും അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. പക്ഷേ അത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിനൊക്കെ ശേഷമായിരിക്കും. ഏതായാലും ഈ ഒരു മോഹൻ ബഗാനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത്. ഒരു ബ്ലാസ്റ്റിംഗ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഫാർ നോക്കുകയാണെങ്കിൽ അന്റോണിയോ ലോപ്പസ് അബാസിൻ്റെ അണ്ടറിൽ അവർ അൺബീറ്റണൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു മത്സരത്തിലെ പെനാൽറ്റീസ്, അതായത് 3 പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ആദ്യം ക്ലൈറ്റന് കിട്ടിയിട്ടുള്ളൊരു പെനാൽറ്റി അത് അദ്ദേഹം അടിച്ചില്ല. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ ആയിരുന്നു മോഹൻ ബഗാന് കിട്ടിയിട്ടുള്ളത്. അത് ലിസ്റ്റനെ ഫൗൾ ചെയ്ത് അത് ഒരു ക്ലിയർ ആ ഒരു ടച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് കൊടുക്കാം എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ അവസാനം ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായിട്ടുള്ളൊരു പെനാൽറ്റി, അതായത് വിഷ്ണുവിനെ ഫൗൾ ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു. ആ പെനാൽറ്റി കൊടുത്തില്ല എന്ന് മാത്രമല്ല ഡൈവിങ്ങിൻ്റെ പേരിൽ വിഷ്ണുവിന് ഒരു യെല്ലോ കാർഡും കൊടുക്കുന്ന സിറ്റുവേഷൻ. അതൊരു പോർ ഡിസിഷൻ ആയിരുന്നു റഫറിയുടെ ഭാഗത്ത് നിന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ മൊത്തത്തിലുള്ള മത്സരത്തിൻ്റെ അഭിപ്രായം ഈ ഒരു പെനാൽറ്റി ഡിസിഷൻസിൻ്റെയൊക്കെയുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ